ചപ്പാത്ത് കരിന്തിരിവിയിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പാതി വഴിയിൽ മുടങ്ങിയിട്ട് 3 വർഷം. പദ്ധതിയുടെ പൂർത്തീകരണത്തിന് 15 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. ആദ്യഘട്ട നിർമ്മാണത്തിൽ വലിയ അഴിമതി ആരോപണം ഉയർന്നിട്ടുണ്ട്. കാട്ടുകല്ലിലാണ് അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യഘട്ട നിർമ്മാണത്തിന് ചിലവിട്ടതാകട്ടെ 23 ലക്ഷം രൂപയാണ്. 2023 നിർമ്മാണം തുടങ്ങിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയാണ് പാതി വഴിയിൽ മുടങ്ങിയത്. ശബരിമല തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതിയാണിത്. 23 ലക്ഷം ചിലവഴിച്ച ശേഷമാണ് നിർമ്മാണം മുടങ്ങിയത്. വാഗമൺ സ്വദേശിയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ നിർമ്മാണം നടത്തിയത്. പൂർത്തിയാക്കാതെ ഉപേക്ഷിക്കുകയും ചെയ്തു. അടിത്തറ കാട്ടുകല്ല് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന ആരോപണവും നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ശബരിമല തീർത്ഥാടകരെയും പുളിയമ്മല കുട്ടിക്കാനം മലയോര ഹൈവേയിലെ വിനോദസഞ്ചാരികൾ അടക്കമുള്ള യാത്രക്കാരെയും ലക്ഷ്യമിട്ടാണ് കരിന്തിരിവിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി വിഭാവനം ചെയ്തത്. വിശ്രമമുറി അടക്കം ആധുനിക ശൗചാലയം പണിയാനാണ് തീരുമാനിച്ചത്. ഇതിനായി മലങ്കര ടീ എസ്റ്റേറ്റ് 5 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി. ആദ്യ അനുവദിച്ച 23 ലക്ഷം രൂപയ്ക്ക് ഒരു കടമുറിയും സ്ത്രീകൾക്കും വികലാംഗർക്കും വേണ്ടിയുള്ള 3 ടോയ്ലറ്റുകളും പണിതു. ഇതോടെ നിർമ്മാണവും മുടങ്ങി. വെള്ളം, വൈദ്യുതി എന്നിവ കൂടാതെ പുരുഷന്മാർക്കുള്ള 3 ടോയ്ലറ്റും പണിയണം. ഇതിനായി 15 ലക്ഷം രൂപയുടെ പ്രോജക്ട് തയ്യാറായി വരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഇടുക്കി വിഷനോട് പറഞ്ഞു. ടേക്ക് ആൻഡ് ബ്രേക്ക് ആണ് ഇതിൻ്റെ ബാഗ് വശത്ത് കാണുന്നത്. ഇത് കഴിഞ്ഞ കൊല്ലം പണിതാണ്. ഇത് പണി പൂർത്തിയാക്കാത്ത ഒരവസ്ഥയാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇത്തവണ ഒരു 15 ലക്ഷം രൂപയും കൂടി ഇതിന് അനുവദിച്ച് ഇതിൻ്റെ ബാക്കി പണി തുടങ്ങാനായിട്ടുള്ള എസ്റ്റിമേറ്റിൽ എടുക്കുന്നതിന് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു 3-4 മാസത്തിനുള്ളിൽ ഇത് നന്നായിട്ട് ഭംഗിയായിട്ടൊന്ന് പണിത് വൃത്തിയാക്കി എടുത്ത് ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി എടുക്കാൻ കഴിയും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതിനുള്ള പൈസ അനുവദിച്ച് എസ്റ്റിമേറ്റും കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടെ നടന്നത്. കരാറുകാരനും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് നിർമ്മാണം ഈ അവസ്ഥയിലായത്. അസ്ഥികൂടം പോലെ പണിതല്ലാതെ ഇതിൽ ടൈൽ വർക്കുകളോ ക്ലോസറ്റോ ഒന്നും വെച്ചിട്ടില്ല. ഇത്ര വലിയ അഴിമതി ആരോപണം ഉയർന്നിട്ടും മുൻ ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.